അപ്പോൾ ഹലോ ഗൈസ്, എല്ലാം വെച്ചും ബണ്ണി ടെക്കീസിൻ്റെ മറ്റൊരു കിടുക്കാച്ചി ഗെയിം പ്ലേ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. യെസ്, നമ്മൾ വീണ്ടും ഭരതത്തിൽ വന്നിരിക്കുകയാണ്. വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റായി, കുറച്ചധികം ബിസിയായി. അതുപോലെ സെർവറിൽ കുറച്ചധികം പ്രശ്നങ്ങൾ, എനിക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ സംഭവിച്ചു ഗൈസ്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതേ തൊട്ട് ബാക്കിൽ കണ്ട സ്റ്റാച്യു ഓഫ് എന്തോ ഞാൻ പൊട്ടിച്ചു. സ്റ്റാച്യു ഓഫ് മൈൻക്രാഫ്റ്റ് ഗോഡ്, മൈൻക്രാഫ്റ്റ് ദൈവത്തിൻ്റെ സ്റ്റാച്യു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ സർവേ സീരീസിൽ ഉണ്ടാക്കിയ പോലെ തന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ റീപ്ലൈ മോഡുണ്ട്, കണ്ടിട്ട് വാ. അപ്പോൾ എന്താണ് എനിക്ക് സംഭവിച്ചത്? എനിക്ക് സംഭവിച്ചെന്താ വെച്ചാൽ, അവനാണ് ഏറ്റവും പ്രശ്നക്കാരൻ. ഈ സെർവറിൽ ഏറ്റവും പ്രശ്നം അവനാണ്. എൻ്റെ എല്ലാം പോയി, എൻ്റെ എല്ലാ ഐറ്റംസും അവൻ നശിപ്പിച്ച്. അപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഞാൻ അവിടെ സമാധാനത്തോടു കൂടി എന്താ പറയുക, ഈ റിസോഴ്സ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി നേരെ ഈ കാണുന്ന കുഴിയിലോട്ട് പോയി. എൻ്റെ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഫുഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുഴിയിൽ ഞാൻ എത്തി. താഴെ മൈനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ കുറേ മോബ്സ് എന്നെ അങ്ങ് വളഞ്ഞ്, മെയിനായിട്ട് ഈ തെണ്ടി, സ്കെൽറ്റൻ തെണ്ടി ഗ്യാങ്ങുമായി വന്നിട്ട് എന്ത് ചെയ്ത് എന്നെ അറിഞ്ചം പുറഞ്ചോട്ട് അടിച്ച്. അങ്ങനെ അടിച്ചിട്ട് ഞാൻ ചത്തുപോയി. ചത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് സ്പോണായത്. ചത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് സ്പോണായത്. അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, ഓടി ഇവിടെ വന്നിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നോക്കും, അവനും തല്ലിക്കൊല്ലും. അങ്ങനെ 3-4 വട്ടം ചത്തയത്ത് എൻ്റെ ഐറ്റംസ് ഫ്രീ ക്യാം ഇട്ട് ഞാൻ നോക്കുമ്പോൾ ഡീസ്പോൺ ആയിപ്പോയി. പിന്നെ ഞാൻ ഡെസ്പായിരുന്നിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ നേരെ പോയി എന്താ പറയുക, ഒരു ബാക്കപ്പ് പിക്കാക്സ് ഉണ്ടായിരുന്നു. അതിൽ മെൻറ്റിങ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ മെൻറ്റിങ് എടുത്തിട്ട് തുടങ്ങിയ ആവശ്യമുള്ള എൻചാൻറ്റിങ് ഒക്കെ ഞാൻ എന്ത് ചെയ്തു, മറ്റേ ഉമ്മാരൊക്കെ തല്ലിക്കൊന്ന്, അല്ല വില്ലേഴ്സിനൊക്കെ ഇങ്ങനെ കൊങ്ങക്കി പിടിച്ചിട്ടാണെങ്കിൽ അവന്മാരുടെ അടുത്ത് നിന്ന് ഞാൻ സാധനങ്ങൾ അങ്ങോട്ട് ഒപ്പിച്ച്. ഇപ്പം എൻ്റെ പിക്കാക്സ് സെറ്റാണ്. ഹോപ്പി എനിക്ക് ഒരു എലേറ്റർ തന്നു. അങ്ങനെ എടാ ഒന്ന് കിടക്കാൻ സമ്മതിക്കൂലല്ലേ നീ ഒന്ന് തന്നെ. എവിടേക്കാ അവൻ കേറി നിൽക്കുന്നേ? കണ്ടില്ലേ അവൻ? ഓടാ എടാ, ഞാൻ ഒന്ന് കിടന്നുറങ്ങിക്കോട്ടറാ. ആ ബെഡ് അങ്ങ് പൊട്ടിച്ചോണ്ട് പോകും. അയ്യോ, സ്പിയറും കൊണ്ട് അവൻ ഒരു വരവ് വരും. ബെഡ് കേറിയില്ല. എടാ നോക്കടാ, അവിടെ എന്താ വെള്ളത്തിന്റെ അടി. ഇപ്പോ ഓക്കെ, ഗുഡ് നൈറ്റ്. അയ്യോ, അപ്പൊ സ്പോണ് നോക്കി. സ്പോണിൽ ഇത് ഓരോരുത്തരായിട്ട് ഓരോരോ ബിൽഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് 2 ബിൽഡാക്കി. FTTയുടെയും സുധിയുടെ സ്റ്റാച്ചു ഉണ്ടാക്കി. ഞാൻ അടുത്ത് ATGയുടെ സ്റ്റാച്ചു, പിന്നെ അൾട്രോണിൻ്റെത്, പിന്നെ ടെക്നോബ്ലേഡിൻ്റെ സ്റ്റാച്ചു എനിക്ക് ഡബിൾ സൈസിൽ ഉണ്ടാക്കണമെന്നാണ്. അതായത് ഇത് ഇപ്പോൾ 1 ഫീറ്റ് എന്ന് പറയുന്നത് 4 ബ്ലോക്കും 2 ഫീറ്റും കൂടി 8 ബ്ലോക്ക് അങ്ങനെയാണ്. എനിക്ക് ഈ ടെക്നോബ്ലേഡിൻ്റെ സ്റ്റാച്യൂവിൽ ഒറ്റ ഫീറ്റ് 8 ബ്ലോക്കായിട്ട്, അതായത് ഇതിൻ്റെ ഡബിൾ സൈസിൽ ടെക്നോബ്ലേഡിൻ്റെ സ്റ്റാച്യു ഈ വെള്ളത്തിൽ ഉണ്ടാക്കിയാലോ എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിയായിരിക്കും. അത്ര റിസോഴ്സും വേണം, അതേപോലെ തന്നെ അത്രയും ഇതും വേണം, ക്ഷമയും വേണം സാധനം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. സോ ഈ മലയാളി യൂട്യൂബേഴ്സിൻ്റെ സ്റ്റാച്യു ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു ടൈം നോക്കട്ടെ ഇതെത്ര പെട്ടെന്ന് തീരുന്നു. അങ്ങനെ അത് നോക്കിയിട്ട് എന്ത് ചെയ്യും, ടെക്നോബ്ലേഡിൻ്റെ സ്റ്റാച്യു വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട്, പുളിക്ക് കിടില സ്റ്റാച്യു ആയിരിക്കും അത്. അപ്പോൾ അത് നോക്കി എന്ത് ചെയ്യാം, പതുക്കെ ഉണ്ടാക്കാം. ഇനി ഈ ഒരു ഏരിയ വഴി മാർക്ക് ചെയ്തിടണമല്ലോ, ഈ വഴി ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് എന്നിട്ട് അവിടെ ആയിട്ടാണ് ബാക്കി സ്റ്റാച്യു വരുന്നത്. അപ്പോൾ ഒന്നിങ്ങനെ നൈസായിട്ട് കുഴിച്ചങ്ങ് ഇട്ടേക്കാം.
അന്തരടാ ഡേർട്ടിലോട്ട് പോയപ്പോ പട്ടപട വെച്ചിട്ട് കൂട്ടിയത് ഏതാ എഫിഷ്യൻസി. അയ്യോ എഫിഷ്യൻസി മാത്രമേ ഉള്ളൂ, ഇതിപ്പോ പൊട്ടില്ല. ഇനി നമുക്ക് ഇത് കുറച്ച് ഇതിങ്ങനെ വെച്ച് നോക്കാം. ഓക്കെ, ഇനി കുറച്ച് ഗ്രാവൽ എടുത്ത് വെക്കാം. ഇനി കുറച്ച് സ്റ്റോൺ ഇല്ല കയ്യില്, സ്റ്റോൺ എടുത്ത് വെക്കാം. ഇനി എന്താള്ളേ, ഈ ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് ടഫും കൂടി വെക്കാം. പറയാലോ ടഫാണ്. ഇനി കുറച്ച് ഡയറൈറ്റ്. ഇനി എന്താ ഉള്ളേ ഗ്യാപ്പിൽ വെക്കാൻ, ഡീപ് സ്ലേറ്റ് വേണ്ട. ഇടയ്ക്ക് ഒരു ഡാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത്ര രസമൊന്നുമില്ല. ഇവിടെ ആക്ച്വലി നമുക്ക് ഇതല്ലേ വെക്കണ്ട, സ്ലാബോ സ്റ്റെയറോ അങ്ങനെ എന്തെങ്കിലും വെക്കണ്ട. പെട്ടിയിൽ എന്തെങ്കിലും ബാക്കിണ്ട. ഇതിന് വേറൊരു സാധനമുണ്ട്, ഒരു ലൈറ്റ് പോസ്റ്റ് ഇതാക്കുന്നത്. അതുണ്ടാക്കാം. ഞാൻ ഇൻസ്റ്റയിൽ ഒരുത്തിൻ്റെ പോസ്റ്റ് കണ്ടതാണ്. ആ ലൈറ്റ് പോസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഇതിനായിട്ട് നമുക്ക് സ്പ്രൂസിൻ്റെ ഇതാണ് വേണ്ട. സ്പ്രൂസിൻ്റെ ഉണ്ടോ? ഇല്ല. ട്രാപ്പ് ഡോറ് ഉണ്ടായിട്ട് കാര്യമില്ല, സ്ലാബ് വേണം. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ സ്പ്രൂസ് ഉണ്ടാവണമല്ലേ? ആരെങ്കിലും ഒരാൾ നട്ടുവെച്ച സ്പ്രൂസ് ഉണ്ടെങ്കിൽ നൈസായിന്. ഇതാരുടെ ബേസാന്ന് എനിക്കറിയില്ല. സോ ആ ബേസിൽ പോയിട്ട് സാപ്ലിങ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതെടുക്കാം. ഓക്കെ, മച്ചാൻ്റെ ബേസിൽ കയറി ഞാൻ സാപ്ലിങ്സ് ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോവുക. നോ സ്പ്രൂസ്. ഓ ഒരെണ്ണം, ഒറ്റ സ്പ്രൂസേ ഉള്ളൂ. ആ ബോണുണ്ട്. മൊത്തം ബോണും എടുക്കണ്ട. ചിലപ്പോൾ ആ ബോൺ എന്തെങ്കിലും ആവശ്യത്തിന് അവൻ വെച്ചതാണെന്ന് പറയാൻ പറ്റില്ല. ഇനി ഈ സാപ്ലിങ്സ് ഒക്കെ ഒന്ന് വീഴട്ടെ. ചെറുതായിട്ട് മിക്സഡ് സൗണ്ടൊക്കെ ആരും മൈൻഡ് ചെയ്യണ്ട. എന്തോ ജ്യൂസ് അടിക്കാന്ന് തോന്നുന്നു. സാപ്ലിങ് അവിടെ വെച്ചിട്ട് ഓക്കെ. ഒരു മോഡല്ല, റിസോഴ്സ് പാക്ക് എന്തോ ഉണ്ട്. അതായത് ഈ സാപ്ലിങ്സ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ലീഫിൻ്റെ ഇടയിൽ കാണിക്കുന്നത്. പക്ഷെ അത് ഈ സെർവറിൽ വർക്കാവോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ എടുത്ത പോലെ തന്നെ അതും പിന്നെ ആ ബോണും ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. ബ്രോ അത് ആരുടെ ബേസാണെങ്കിലും ഐറ്റം തിരിച്ചു വെച്ചിട്ടുണ്ട്. സെറ്റ്. ഒരു സാപ്ലിങ് ബ്രോഡേ നിർത്തിയിട്ടുള്ളൂ, ഒരു സാപ്ലിങ് എനിക്ക് വേണം. ഇനിയും എന്തെങ്കിലും ആവശ്യം വന്ന് നട്ട് ഇതാക്കാനായിട്ടാണ്. ബോർഡൊന്നും വെക്കണ്ടല്ലോ അല്ലേ? ബോർഡൊന്നും വേണ്ട. നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ സെർവറിലുള്ള എല്ലാവരും പോകുന്നത്. എനിക്ക് ഈ സെർവറിൽ എല്ലാവരും ഒന്നും പരിചയമില്ല കേട്ടോ, എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. ഒരു ലൈറ്റ് പോസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഫെൻസ് ഇത്രയും വെക്കുമ്പോൾ തന്നെ സെറ്റാണ്. ഇനി ഇവിടെയും അയ്യോ ഇത്രയും വെക്കുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി ഉണ്ടെന്നാ, അതിൻ്റെ മുകളിലൊരു ഇതും കൂടി വെക്കണം. ഞാൻ വിചാരിച്ചത് ഇത്ര ചെറുതായി പോയി, ഫോട്ടോ കാണുന്ന വലുതാണല്ലോ മണ്ടൻ ഇത്. എന്നിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ റിപ്പീറ്റ്. കളർ അടിക്കാം. യോ മഴ, ഐ ഡോണ്ട് ലൈക്ക് റെയിൻ. ഒരു ഇത് കിട്ടൂല, വൈബ് കിട്ടൂല മഴയ്ക്ക്. പിന്നെന്താ അറിയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡറായിരിക്കണം മഴയ്ക്കൊക്കെ പറ്റിയതായിട്ട്. സെറ്റല്ലേ? യാ മോനെ സെറ്റ്. ഞാൻ അവിടെ ഒരെണ്ണം അപ്പുറത്തൊക്കെ ഒരെണ്ണമായിട്ട് ഓരോന്നായിട്ട് വെക്കാം. അതായത് നേരെ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് അടിച്ച് വെക്കാം. ഇവിടെ ചെറിയ പോസ്റ്റ് എന്തെങ്കിലും വെക്കാം. ഇവിടെ ചെറുത്, അതായത് വലുതും പിന്നെ ചെറുതുമായിട്ട് മിക്സ്ഡ് ഇവിടെ വേണം. ലൈറ്റ് ലെവലില്ല ഇവിടെ. ഇങ്ങനെയായിട്ട് എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്കായിട്ട് ആ സെയിം സാധനം വെക്കാം. ഓക്കെ നൈസ്. ഇപ്പോൾ ലൈറ്റ് ലെവൽ നോക്കിയാൽ ഇത്രയും ഏരിയയിലുണ്ട്, ഈ ഭാഗത്തേക്കില്ല. ഈ ഭാഗത്തേക്കില്ലേ? അപ്പോൾ ഇവിടെയും അവിടുത്തെ ടോർച്ച് പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു മിനി ടോർച്ച് വെക്കാം അല്ലേ? അപ്പോൾ 1-2 ലൈറ്റ് പോസ്റ്റും കൂടി ഇവിടെയും വെക്കണം അല്ലേ? ഇവിടെയും വെക്കണം. 1-2 അല്ല, ഒരെണ്ണം ഇവിടെ. ഓക്കെ, അപ്പോൾ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ട് ഐറ്റം. സെറ്റല്ലേ? പൊളിയാണ്. 3 പോസ്റ്റിങ് വന്നിട്ട് സെറ്റാണ്. ഈ ഏരിയക്കൊക്കെ നമുക്ക് ലൈറ്റ് വെക്കാൻ ചെറിയ മിനി ബിൽഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അവിടെ ഇനി ഇവിടെ ATGയുടെ സ്റ്റാച്യു. അൾട്രോണിനെ ഇനി എവിടെ കൊണ്ട് വയ്ക്കും? അൾട്രോണിനെ ATGനെ അവിടെ വയ്ക്കാം. അൾട്രോണിയും കൂടി ഇവിടെ നിർത്തി വെക്കാനായിട്ട് പറ്റുമോ? രണ്ടുപേരും കൂടി എടുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വ്യൂവിനെ ബാധിക്കും. ഇല്ലല്ലേ? ഓക്കെ, ATGനെ ഇവിടെ ഉണ്ടാക്കാം.
അൾട്രോണിൻ്റെ കൂടെ ഉണ്ടാക്കാം. സെറ്റ്. അപ്പോൾ രണ്ടിനെയും കാണാൻ പറ്റും. രണ്ടുപേരും നമുക്ക് ഈസി ആയിട്ട് കാണാം. സെറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം. ഓക്കേ, അപ്പോൾ എന്തായാലും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ സുധർണൻ്റെ സ്റ്റാച്ചുവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഈ സ്റ്റാച്ചു അല്ലാതെ ഈ ഏരിയയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ആ ഐഡിയാസും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഐഡിയാസിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഹെൽപ്പ് ചെയ്യുക ഐഡിയാസിൻ്റെ കാര്യത്തിലൊക്കെ. സോ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ്. ടാറ്റ, ബൈ ബൈ.